ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 25. ശനൈഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. വിവർത്തനം. ക്രമേണ പടിപ്പടിയായി വിശ്വാസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക, മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ. ഭാവാർത്ഥം. ദൃഢവിശ്വാസം കൊണ്ടും ബുദ്ധി ഉപയോഗിച്ചും പതുക്കെ പതുക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിരമിക്കണം. ഇതിനെ പ്രത്യാഹാരമെന്നു പറയും. ദൃഢവിശ്വാസം, ധ്യാനം, ഇന്ദ്രിയ നിഗ്രഹം ഇവകളാൽ മനസ്സിനെ നിയന്ത്രിച്ച് സമാധിയിൽ വർത്തിക്കണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഭൗതികമായൊരു ഭാവനയോടെ പ്രവർത്തിക്കുന്ന പ്രശ്നമേയില്ല. അല്ലെങ്കിൽ സ്ഥൂല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൗതികതയോട് ബന്ധപ്പെടാതിരിക്കാൻ വയ്യെന്നിരിക്കലും യോഗി വിഷയഭോഗങ്ങളിൽ മനസ്സു വയ്ക്കരുത്. പരമപുരുഷന്റെ ആനന്ദത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾ ആനന്ദിക്കുന്നില്ല. നേരിട്ടുള്ള കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ഈ ഒരവസ്ഥയിലെത്തിച്ചേരാൻ എളുപ്പത്തിൽ സാധിക്കും. ശ്ലോകം 26. യതോ യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേ തദാത്മന്യേവ വശം നയേത്. വിവർത്തനം. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. ഭാവാർത്ഥം. ഒരിടത്തും ഉറയ്ക്കാത്തതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമാണ് മനസ്സ്. എന്നാൽ ആത്മജ്ഞാനം നേടിയ യോഗി മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സ് അയാളെ നിയന്ത്രിക്കരുത്. മനസ്സിനെയും അതുവഴി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആളാണ് ഗോസ്വാമി അഥവാ സ്വാമി. മനസ്സിന് കീഴടങ്ങുന്നവനാകട്ടെ ഗോദാസൻ, ഇന്ദ്രിയങ്ങളുടെ ദാസൻ തന്നെ. വിഷയസുഖത്തിൻ്റെ നിലവാരമെന്തെന്ന് ഗോസ്വാമിക്കറിയാം. ദിവ്യമായ ഇന്ദ്രിയ ആനന്ദത്തിൽ ഇന്ദ്രിയങ്ങൾ ഹൃഷികേശനായ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണന്റെ സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കും. വിശുദ്ധിയാർന്ന ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണനെ സേവിക്കുന്നതിനെ കൃഷ്ണാവബോധമെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള വഴിയാണിത്. എന്തിനധികം യോഗ പരിശീലനത്തിൻ്റെ പരമകാഷ്ഠയും അതുതന്നെ. ശ്ലോകം 27. പ്രശാന്ത മനസം ഹീനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. വിവർത്തനം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയാനന്ദത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോ ഗുണത്തിനതീതനാണ്. താൻ പരമപുരുഷനുമായ ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. ഭാവാർത്ഥം. ബ്രഹ്മഭൂതമെന്ന വാക്ക് ഭൗതിക മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതത്രേ. മദ്ഭക്തിം ലഭതേ പരാം. ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാത്ത ഒരാൾക്ക് ബ്രഹ്മത്തിൻ്റെ ഗുണത്തിൽ സ്ഥിതി ചെയ്യാനാവില്ല. സവൈ മനഃ കൃഷ്ണ പദാരവിന്ദയോ. സദാ ഭഗവത് സേവന നിരതനാകുന്നത്, കൃഷ്ണാവബോധം പുലർത്തുന്നത് വാസ്തവത്തിൽ രജോ ഗുണത്തിൽ നിന്നും എല്ലാ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം നേടലാണ്. ശ്ലോകം 28. യുഞ്ജന്നീവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശ മത്യന്തം സുഖമശ്നുതേ. വിവർത്തനം.
അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിൻ്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. ഭാവാർത്ഥം: പരമപുരുഷനോട് ബന്ധപ്പെട്ട തൻ്റെ മൂലസ്വരൂപം അറിയുക എന്നതാണ് ആത്മസാക്ഷാത്കാരം. പരമപുരുഷന്റെ വിഭിന്നാംശമാണ് ജീവാത്മാവ്. അതിൻ്റെ യഥാർത്ഥ സ്ഥാനം ഭഗവാന്റെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിലാണ്. പരമപുരുഷനോടുള്ള ദിവ്യമായ ഈ സമ്പർക്കത്തെ ബ്രഹ്മസംസ്പർശമെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.